ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് ചില വ്യക്തികളുടെ റിയൽ സ്റ്റോറി, ജീവിതത്തിൽ ഉണ്ടായ ഒരു സത്യം, യാഥാർത്ഥ്യം. സൃഷ്ടിയെ ദൈവമാക്കി ജീവിതം കുട്ടിച്ചോറാക്കി. സൃഷ്ടിയെ ദൈവമാക്കിയാൽ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാകും, അതിനൊരു സംശയവും വേണ്ട. അത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഭവം ഞാൻ ഓർക്കാണ്, ഒരു വിദേശി ജോൺ ഡോളർ, അദ്ദേഹത്തിന് മനോഹരമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണം. എങ്ങനെയെങ്കിലും ഒരാളിലൂടെ ആണേലും മതി, എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഈ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു സ്വരം കേൾക്കാൻ പറ്റി. നീ എഴുന്നേറ്റ് വേഗം ഇന്ന സ്ഥലത്തേക്ക് ഓടുക. അവൻ എഴുന്നേറ്റ് ഓടി. ഒരു പള്ളിയുടെ പരിസരത്ത് എന്നപ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അദ്ദേഹത്തോട് ഗുഡ് ഡേ, നല്ല ദിവസം ആശംസിച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, താങ്ക് യു, എനിക്കെല്ലാ ദിവസവും നല്ല ദിവസമാകട്ടോ. അത് കേട്ടപ്പോൾ ഈ ജോൺ ഡോളർ അദ്ദേഹത്തോട് എന്താ അങ്ങനെ പറഞ്ഞ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരെങ്കിലും സഹായം തന്നാലും എന്നെ ആരെങ്കിലും പരിഹസിക്കുകയോ ആട്ടുവോ തുപ്പോ ഒക്കെ ചെയ്താലും ഞാനതെല്ലാം അങ്ങോട്ട് സന്തോഷത്തോടെ എടുത്തേക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും നല്ല ദിവസമാണ്. അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കണമെന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായി. സംസാരിച്ചപ്പോൾ ആ ഭിക്ഷക്കാരനിൽ നിന്നും ജോൺ ഡോളർ പഠിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ എന്ന് മനുഷ്യരെ വിട്ടോ അന്ന് എനിക്ക് ദൈവത്തെ പിടിക്കാൻ പറ്റി, ദൈവത്തെ കിട്ടി. ഇത് ശരിക്കും ജോൺ ഡോളറിൻ്റെ ഉള്ള് ജ്വലിക്കാനുള്ളത്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് ക്രിസ്തീയ ജീവിതം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ പിടിക്കുക, ദൈവത്തെ ദൈവമായി കാണുക, സൃഷ്ടിയെ സൃഷ്ടിയായിട്ട് കാണുക. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമുക്കിത് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, 1000 കോഴിക്ക് അര കാട. 1000 കോഴിമുട്ട തിന്നുന്നതിന് തുല്യമാണ് അര കാടമുട്ട കഴിക്കുന്നത്. അത് വലിയൊരു സന്ദേശമാണ്. ഏതാണ്ട് ഇതുപോലെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രവർത്തനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, an act of God. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രവർത്തനത്തെക്കാൾ ഫലമുണ്ടാകാം. നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് 14:14, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. ദൈവം ഒരു കാറ്റയച്ചു, വെള്ളം വലിച്ചു മാറ്റി, ഇസ്രായേൽക്കാർക്ക് അതിലൂടെ പോകാൻ പറ്റി. ആയിരക്കണക്കിന് ആൾക്കാർ ആ വെള്ളം കോരി പറ്റിക്കാൻ നോക്കിയാലും പറ്റുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് അത് നടക്കാൻ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അതറിയില്ലാത്തവരാണ് മനുഷ്യരെ പിടിച്ച് കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ആ ഒരു പരക്കം പാച്ചലിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ ദൈവം കാര്യം നടത്തിത്തരും എന്നുള്ളത് നമുക്ക് ബോധ്യമാകണം. 2 മക്കബായർ 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, യൂദാസ് മക്കബെയുസും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ തിമോത്തിയസ്, അദ്ദേഹം കൂലിപ്പടയായിട്ട് വന്ന ആൾബലം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയില്ലായിരുന്നു, ദൈവാശ്രയത്വമില്ലായിരുന്നു. ദൈവം ആർക്കു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ആകാശത്തു നിന്ന് ദൈവം യുദ്ധം നയിക്കുന്ന ഒരു രംഗമാണ് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുക. അത് 2 മക്കബായർ 10-ാം അധ്യായം പ്രത്യേകിച്ച് 29-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത്, വരങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഒരു വരമുണ്ട്. അതാണ് വിവേകം. ഇതുണ്ടെങ്കിൽ നന്മ തിന്മ വേർതിരിച്ച് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റ് ശരിയായിട്ട് കാണും. സുഭാഷിതങ്ങൾ 14:12 പറയുന്നുണ്ട്, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. തോന്നിയാൽ പോരാ, ശരി കണ്ടെത്താൻ പറ്റണം. അതിന് നമുക്ക് വേണ്ടത് വിവേകമാണ്. യെശയ്യാ 5:20 വായിച്ചാൽ, നന്മയെ തിന്മയെന്നോ തിന്മയെ നന്മയെന്നോ വിളിക്കരുത്, വിളിക്കുന്നവന് ദുരിതം, അവന് നാശം ഉണ്ടാവും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടത് സൗന്ദര്യമല്ല, സമ്പത്തല്ല, വിവേകമെന്ന ആ ഒരു വരം. മൂന്നാമതായിട്ട്, ഈ സൃഷ്ടിയിലും ഉപരി സൃഷ്ടാവിനെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചവരാണ് ദൈവമക്കൾ. അത് മറന്നാൽ വിഗ്രഹാരാധന പോലും സംഭവിക്കാം. എന്താ ശരിക്കും വിഗ്രഹാരാധന? റോമ 1:25 വായിച്ചാൽ, സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമാണ് വിഗ്രഹാരാധന. അത് നമ്മളെ എത്ര വലിയ നാശത്തിലേക്ക് നയിക്കാം എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എസെക്കിയേൽ 8:16 വായിച്ചാൽ, സൂര്യ നമസ്കാരം നടത്തിയ, സൂര്യനാര സൃഷ്ടി, സൂര്യനെ നമസ്കരിച്ച, സൂര്യ നമസ്കാരം നടത്തിയവർക്ക് സംഭവിച്ചത് എന്താണെന്ന് അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യം, ഈ സൃഷ്ടി ദൈവമാകാൻ മോഹിച്ചാൽ അത് അപകടം ക്ഷണിച്ചു വരും. സൃഷ്ടിയെ ദൈവമാക്കി നമ്മൾ മാറ്റിയാൽ അവിടെയും അപകടം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് എന്നുള്ളത് തിരിച്ചറിയണം. യെശയ്യാ 14:12-14 വരെ വായിച്ചാൽ, ഒരു സൃഷ്ടി, ഒരു മുഖ്യദൂതൻ ദൈവമാകാൻ പരിശ്രമിച്ചു, ലൂസിഫർ. എന്താ സംഭവിച്ചത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കുമ്പോൾ, ഹെറോദേസ് സ്വയം ദൈവമെന്ന ഭാവത്തിൽ അവിടെ ഞെളിഞ്ഞിരുന്നു അവൻ്റെ കസേരയിൽ. എന്താ സംഭവിച്ചത്?
ഒരു ദൈവദൂതൻ വന്ന് അവനെ അടിച്ചു താഴെയിട്ടു, അവനെ കൊന്നു. അവൻ പുഴുക്കൾക്ക് ഇരയായി തീർന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ മാലാഖമാർ പോലും സൃഷ്ടിയാണ്. മാലാഖമാർ, മനുഷ്യർ, പ്രപഞ്ചം ഇതെല്ലാം സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല. സൃഷ്ടാവ് സൃഷ്ടിച്ചവയാണ്. അവിടെ നമ്മൾ സൃഷ്ടാവിന് കൊടുക്കേണ്ടത് സൃഷ്ടാവിന് കൊടുക്കണം, സൃഷ്ടിയെ സൃഷ്ടിയായിട്ട് നമ്മൾ കാണണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സമ്പത്ത് ദൈവമാക്കിയ കുറച്ച് പമ്പര വിഡ്ഢികൾ. 1963 ദ റിച്ചസ്റ്റ് 8 ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റും. അവർക്ക് സമ്പത്തായിരുന്നു അവരുടെ ദൈവം. സമ്പത്തിനെ, സൃഷ്ടിയെ ദൈവമാക്കി. അവസാനം എന്താ സംഭവിച്ചത്? എല്ലാവരും അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി മാറ്റി. അതിലൊരാളാണ് ചാൾസ് ഷാബ്. ഒരു സ്റ്റീൽ കമ്പനിയുടെ ഉടമയായിരുന്നു. പുള്ളി പാപ്പരായിട്ടാണ് മരിച്ചത്. രണ്ടാമത്തെ ആൾ ഹോവേർഡ് ഹബ്സൺ. അദ്ദേഹം ഒരു പെട്രോൾ കമ്പനിയുടെ ഉടമയായിരുന്നു. പാപ്പരായിട്ടാണ് പുള്ളി മരിച്ചത്. ഇവരെല്ലാം ഇങ്ങനെയായി മരിക്കാൻ 25 വർഷം എടുത്തുള്ളൂ. അതിനോടകം സംഭവിച്ച കാര്യങ്ങൾ. ആർത്തർ കട്ടൻ ഒരു വൻ വ്യവസായിയായിരുന്നു, അവനും പാപ്പരായിട്ട് മരിച്ചു. റിച്ചാർഡ് വൈറ്റ്നി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡൻ്റായിരുന്നു, പാപ്പരായിട്ട് മരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ആൽബർട്ട് ഫോൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിൽ മോചിതനായി അധികം താമസിയാതെ മരിക്കുകയും ചെയ്തു. ജെസ്സി ലിവർമോർ വാൾ സ്ട്രീറ്റിലെ വലിയൊരു ധനികനായിരുന്നു. അദ്ദേഹം ഏതാണ്ട് മാനസിക രോഗ പോലെ ആവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഐവൺ ക്രൂഗർ കുത്തക സാമ്രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇതന്നെ പുള്ളിക്ക് സംഭവിച്ചു. ലിയോൺ ഫ്രസർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് ബാങ്ക് പ്രസിഡൻ്റായിരുന്നു. ഈ 8 പേരും പാപ്പരായി. 8 പേരും പരിതാപകരമായിട്ട് മരിച്ചവരാണ്. അതിൽ അവസാനത്തെ 3 പേര് ആത്മഹത്യ ചെയ്തവരാണ്. ജീവിതം അവർ കുട്ടിച്ചോറാക്കുകയല്ലേ ചെയ്തത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തെ ദൈവമായി കണ്ട് സൃഷ്ടിയെ ദൈവമായി കാണാതെ ജീവിക്കാൻ വേണ്ട വിവേകത്തിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നെൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.